മുത്തുനബി പറയുന്നു, മോനെ, നാളെ ഒരു പക്ഷേ നിനക്ക് വരാൻ പോകുന്നത് നിന്നെ അഹങ്കാരിയും ധിക്കാരിയും ആക്കി തീർക്കുന്ന മഹാസാമ്പത്തിക ശേഷിയായിരിക്കും. ഇന്ന് നിനക്കത്ര സാമ്പത്തിക ശേഷിയില്ല, നീ വളരെ പാവപ്പെട്ടവനാണ്. അതേ സമയത്ത് നാളെ നീ ബാംഗ്ലൂരിലോ ബോംബെയിലോ ഗൾഫിലോ വിദേശ നാടുകളിലോ പോയി വലിയ സമ്പന്നനാവാൻ സാധ്യതയുണ്ട്. എത്രയെത്ര ആളുകൾ അങ്ങനെ സമ്പന്നന്മാരായി. ഇന്ന് നീ വളരെ പാവപ്പെട്ടവനായിരിക്കും, ഒരു ഗതിയില്ലാത്തവനായിരിക്കും. മര്യാദക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. മര്യാദക്ക് നീ കെട്ടുന്ന പെണ്ണിന് മഹർ കൊടുക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിയില്ല. ഒരു സൗകര്യപ്രദമായ വീട് വെക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. പ്രായം ചെന്ന ഉമ്മ ഉപ്പ അവർക്കാവശ്യമായ ചികിത്സക്ക് മെഡിസിൻ വാങ്ങാൻ സാമ്പത്തിക ശേഷി നിനക്കില്ല. അങ്ങനെ നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ നിന്നെ കൊണ്ടൊന്നും സാമ്പത്തിക ശേഷിയില്ല. നിന്റെ മക്കളെ കെട്ടിക്കാനും ഒരുപക്ഷെ നിന്നെ കൊണ്ട് പറ്റില്ല. എന്നാൽ നാളെ നീ ഒരുപക്ഷെ അറിയപ്പെട്ട സമ്പന്നനാവാൻ സാധ്യതയുണ്ട്, വലിയ മുതലാളിയാകും. ഇസ്ലാമിൽ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിയുമോ? ഇസ്ലാമിന് കൃത്യമായ കണക്കുണ്ട്. മോനെ, ഫക്കീറല്ല, മിസ്കീനല്ല, കടമുള്ളവനല്ല എന്നതുകൊണ്ട് ഒരാൾ മുതലാളിയാണ് എന്ന് വരൂല. മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വർഷം തനിക്കും തൻ്റെ ആശ്രിതർക്കും തൻ്റെ നിലപാടനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തിനേക്കാൾ കൂടുതൽ ഉള്ളവനാണ് മുതലാളി. ആ മുതലാളിമാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഒന്നും രണ്ടും ദിവസം എന്നും ഇത് പറഞ്ഞാ പറ്റില്ലല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രത്യേകത എന്താ? 10 ദിവസമാണ് വഅദ് നടക്കുന്നതെങ്കിൽ 20 ഉസ്താദുമാരാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി പറയാനോ, പറഞ്ഞാൽ തന്നെ അത് പഠിക്കാനോ, പഠിച്ചാൽ തന്നെ ഉൾക്കൊള്ളാനോ നമുക്ക് സാധിക്കുന്നില്ല. ഓരോ ദിവസവും വലിയ വലിയ ആലിമീങ്ങളെ കൊണ്ടുവരുന്നു, ഒന്നും രണ്ടും ആളുകളെ. ഓരോരുത്തർക്കും 1 മണിക്കൂർ അരമണിക്കൂർ കൊടുക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒരു വിഷയം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സമൂഹം അറിയേണ്ട പല കാര്യങ്ങളും അറിയാതെ പോകുന്നു. അതൊന്നും തിരുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ. അതേ സമയത്ത് നല്ല ഒരു പണ്ഡിതൻ 10 ദിവസം പ്രസംഗിക്കട്ടെ, അല്ലെങ്കിൽ 15 ദിവസം പ്രസംഗിക്കട്ടെ, പഴയകാലത്ത് ആലിമീങ്ങൾ ചെയ്തിരുന്ന പോലെ. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ആളുകൾക്ക് കഴിയും. ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സാമ്പത്തിക ബാധ്യത സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല, സക്കാത്ത് ഒരു പ്രത്യേകമായ ഇബാദത്താണ്. നമ്മിൽപ്പെട്ട പല ആളുകളും പറയും, ഞാൻ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? സക്കാത്ത് കൊടുത്തു എന്നതുകൊണ്ട് ഒരു മുതലാളിയുടെ ബാധ്യത തീരുകയില്ല. ഞാനിത് പറയുന്നത് എന്തിനാ? ആഖിറത്തിൽ ഞാനും നിങ്ങളും കണ്ടുമുട്ടുമെന്നുറപ്പാ. ആഖിറത്തിൽ കണ്ടുമുട്ടുന്നത് കൊണ്ടാണ് ദുനിയാവിൽ ഞാനും നിങ്ങളും കണ്ടുമുട്ടിയത്, ഞാനും നിങ്ങളും പരിചയപ്പെട്ടത്. ആഖിറത്തിൽ ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ എന്നെ ചൂണ്ടിക്കാണിച്ച റബ്ബിനോട് പറയും, ഇവർക്ക് അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങളെ നാട്ടിലേക്ക് വഅദിന് ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നതാ, ടിക്കറ്റ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതാ, ഞങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചതാ, ഞങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുത്തതാ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുത്തതാ.
എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യം ഈ മുസ്ലിയാർ പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾ എന്നെപ്പറ്റി പറയരുത്, എന്നെപ്പറ്റി നിങ്ങൾ പറയരുത്. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. സക്കാത്ത് കൃത്യമായി കൊടുത്തു എന്നതുകൊണ്ട് ഒരു നാട്ടിലെ മുതലാളിന്റെ ബാധ്യത തീരുന്നില്ല. സക്കാത്ത് ഒരു പ്രത്യേക സമ്പത്തിന് മാത്രമാ. നിങ്ങൾ ഓർത്തുന്നു, തേങ്ങക്ക് സക്കാത്തില്ലല്ലോ, അടക്കക്ക് സക്കാത്തില്ലല്ലോ, കശുവണ്ടിക്ക് സക്കാത്തില്ലല്ലോ, വാഹനങ്ങൾക്ക് സക്കാത്തില്ലല്ലോ, ഫ്ലാറ്റുകൾക്ക് സക്കാത്തില്ലല്ലോ, അതിനൊന്നും സക്കാത്തില്ല. അതേസമയത്ത് റബ്ബറിന് സക്കാത്തില്ല. ഈത്തപ്പഴത്തിനും മുന്തിരിക്കും മാത്രമാ പഴങ്ങളെ കൂട്ടത്തിൽ സക്കാത്തുള്ളത്. മറ്റത് മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾക്ക് മാത്രമാണ് സക്കാത്തുള്ളത്. പിന്നെ സ്വർണത്തിനും വെള്ളിക്കും കറൻസിക്കുമാണ് സക്കാത്തുള്ളത്. മറ്റ് സമ്പത്തിനൊന്നും സക്കാത്തില്ല. അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് സാമ്പത്തിക ശേഷിയുള്ള മുതലാളിമാരില്ലയോ? മാസം മാസം ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുന്ന ഫ്ലാറ്റുകളുള്ളവരില്ലയോ? തോട്ടങ്ങളുള്ളവരില്ലയോ? വാഹനങ്ങളുള്ളവരില്ലയോ? അവർക്കൊന്നും സക്കാത്തില്ല. അവർക്കൊന്നും പ്രത്യേക ബാധ്യതകളില്ലേ? ബാധ്യതകളുണ്ട്. നിങ്ങൾക്കറിയുമോ, സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം തനിക്കും തൻ്റെ ആശ്രിതർക്കും അവന്റെ നിലവാരമനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തിനേക്കാൾ കൂടുതലുണ്ടോ അവൻ മുതലാളിയാണ്. ആ നാട്ടിലെ ഇസ്ലാമിന്റെ ഷിആറുകൾ സ്ഥാപിക്കൽ അവന് നിർബന്ധമാണ്. ആ നാട്ടിൽ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ അവന് ബാധ്യതയാണ്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കൽ അവന് ബാധ്യതയാണ്. അല്ലാ, ചികിത്സിക്കാൻ കാശില്ലാതെ ബസ് യാത്രക്കാരെ മുൻപില് 10-18 വയസ്സുള്ള പെൺകുട്ടികൾ കത്തടിപ്പിച്ചുകൊണ്ട് യാചിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? അവരോട് ഈ നാട്ടിലെ മുതലാളിമാർക്ക് ബാധ്യതയില്ലയോ? കടപ്പാടില്ലയോ? 2-5 മക്കളുണ്ടായിട്ട് തന്റെ ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും കയറിക്കിടക്കാൻ 5 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂരയില്ലാത്ത വീടില്ലാത്ത പാവങ്ങളില്ലയോ? ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ബാത്റൂം മോടി പിടിപ്പിക്കുന്ന മുതലാളിമാരെ, നിങ്ങൾ മോടി പിടിപ്പിച്ചോ, വിരോധമില്ല, ശറയിന് തെറ്റില്ല. അതേ സമയത്ത് പാവങ്ങളോടുള്ള ബാധ്യത മറന്നുകൂടാ. ലക്ഷങ്ങൾ പൊടിപൊടിച്ച് മഞ്ഞക്കല്യാണവും പച്ചക്കല്യാണവും ആർഭാടമുള്ള കല്യാണങ്ങളും നടത്തുന്ന മുസ്ലിമേ, നീ എത്രയെത്ര ബാധ്യതകൾ ചെയ്യാത്തതുണ്ട്. ചോദിക്കൂ, നിന്റെ നാട്ടിൽ അലിമീങ്ങളില്ലേ? നീ ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദുമാരില്ലേ? ശമ്പളം കൊടുക്കുന്ന ഉസ്താദുമാരില്ലേ? ചോദിക്കൂ. ലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വ ഖൈറൻ ലഹും ബൽ വ ശർറുൻ ലഹും. അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ചെലവഴിക്കാത്ത മുതലാളിമാര് ആ സമ്പത്ത് ഖൈറാണെന്ന് ധരിക്കണ്ട. അത് വലിയ ശർറാ. അവരെ കഴുത്തിലണിയിക്കപ്പെടുന്നതാ, ഖുർആനിലുള്ളതാ, കെട്ടുകഥയല്ല. അതേ ശശിയുടെ സംവിധാനമല്ല, മൂർഖനാടനീപ എഴുതിയ ലേഖനമല്ല.
നോവലല്ല, ചിത്രകഥയല്ല, സിനിമയല്ല, കഥകളല്ല, ഐതിഹ്യമല്ല, പുരാണമല്ല. ഈ ഖുർആനിൽ പടച്ച റബ്ബ് വ്യക്തമായി പറഞ്ഞ സത്യങ്ങളാ. മുതലാളിമാരെ, അതുകൊണ്ട് നാളെ ഒരു പക്ഷേ വലിയ സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് വരുമ്പോൾ അഹങ്കാരികളായിത്തീരും, ധിക്കാരികളായിത്തീരും, മതനിരാസകരായിത്തീരും, മതത്തിന്റെ മൂല്യങ്ങൾ കളഞ്ഞു കുടിക്കുന്നവരായിത്തീരും. അതുകൊണ്ട് അത്തരം സാമ്പത്തിക പുരോഗതി വരുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യണേ. നിങ്ങൾ ഇന്ന് സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ നിങ്ങൾ തെറ്റിപ്പോവുകയില്ല, അഹങ്കാരികളാവുകയില്ല, റബ്ബിനെ മറക്കുകയില്ല, ദീന് കൈയൊഴിയുകയില്ല, ദൂർത്തടിക്കുകയില്ല, പാവങ്ങളെ നിസ്സാരപ്പെടുത്തുകയില്ല, ആലിമീങ്ങളെ നോവിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്